രാഘവന് വയസ്സ് 60, പക്ഷെ അതിൻ്റെ അവശതയൊന്നുമില്ല. ആള് നല്ല ആരോഗ്യവാനാണ്. അയാളുടെ മകളാണ് ശാലിനി. രാഘവൻ അവളെ ശാലുമോളെ എന്നാണ് വിളിക്കാറ്. ശാലിനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അവളുടെ ഭർത്താവിന് ദുബായിലാണ് ജോലി. അവൻ്റെ പേര് വിഷ്ണു. വിഷ്ണുവിന് നാട്ടിൽ സ്വന്തമായി ഒരു വീടുണ്ട്. പക്ഷെ അച്ഛനും അമ്മയും ഒന്നുമില്ല. അങ്ങനെയാണ് വിഷ്ണു ദുബായിലേക്ക് പോയപ്പോൾ ശാലിനി അവളുടെ വീട്ടിലേക്ക് തന്നെ വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൂടെ ആകെ 10 ദിവസമൊക്കെ ശാലിനിക്ക് കഴിയാൻ പറ്റിയുള്ളൂ. അപ്പോഴേക്കും ലീവ് തീർന്ന് അവന് പോകേണ്ടി വന്നു. ജീവിതം ഒന്ന് രസവും സുഖവും പിടിച്ച് വരുമ്പോഴേക്കും അവനങ്ങ് പോയതിൻ്റെ എല്ലാ ഏനക്കേടും പെണ്ണിനുണ്ട്, രാഘവൻ മനസ്സിൽ പറഞ്ഞു. വിഷ്ണു ഉടനെ പോയതിലുള്ള വിഷമവും ബോറടിയും ശാലിനി സഹിച്ചു. വേറെ വഴിയില്ലല്ലോ. പിന്നെ തൻ്റെ കല്യാണം കഴിഞ്ഞതു മുതൽ അച്ഛനുണ്ടായ മാറ്റം ശാലിനി ശ്രദ്ധിച്ചിരുന്നു. മുൻപ് ബലം പിടിച്ചിരുന്ന ആൾ തമാശയൊക്കെ പറയാനും പൊട്ടിച്ചിരിക്കാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും അച്ഛൻ്റെ ആ മാറ്റം അവളും ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ശാലിനിയുടെ അമ്മയാണ് ശൈലജ. ആളിച്ചിരി വയ്യാതെ കിടപ്പിലാണ്. ശാലിനി കല്യാണം കഴിച്ച് പോയാൽ ഹോം നഴ്സിനെ വെച്ച് ശൈലജയെ പരിചരിക്കാമെന്ന് കരുതി സന്തോഷിച്ചിരിക്കുമായിരുന്നു രാഘവൻ. സന്തോഷം വേറൊന്നും കൊണ്ടല്ല കേട്ടോ. രാഘവനും ഉണ്ടാവില്ലേ ഓരോ ആഗ്രഹങ്ങളൊക്കെ. അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ല എന്നാണല്ലോ. അങ്ങനെയൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും ട്വിസ്റ്റ്. ശാലിനി വീട്ടിൽ തന്നെ വന്ന് നിൽക്കുന്നു. ഇനി വിഷ്ണു വന്നാൽ മാത്രമേ അവൾ അവൻ്റെ വീട്ടിലേക്ക് പോകൂ. അത് 1 മാസം മാത്രമേ അവൻ നാട്ടിലുണ്ടാവൂ. അതുവരെ രാഘവൻ അഡ്ജസ്റ്റ് ചെയ്യും. വിഷ്ണു ദുബായിക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ശാലിനി വീട്ടിലേക്ക് തന്നെ വരും. പിന്നെ ആഘോഷമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി രാഘവൻ തീന്മേശയ്ക്കരികെ ഇരിക്കുമ്പോൾ അയാളുടെ നോട്ടം മുഴുവൻ ശാലിനിയായിരുന്നു. പെട്ടെന്നാണ് അവൾ അച്ഛൻ്റെ നോട്ടം ശ്രദ്ധിച്ചത്. അവൾക്ക് ചിരി വന്നു. എന്താ അച്ഛാ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്നത് പോലെ. അത് കേട്ടതും അയാൾ വേഗം നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു, അല്ല മോളെ, ഞാൻ നിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചതാ. വിഷ്ണു പെട്ടെന്ന് ദുബായിലേക്ക് പോയില്ലേ? അപ്പോൾ മോൾക്ക് അതിൻ്റെ ഒരു വിഷമം ഇല്ലാതിരിക്കില്ലല്ലോ അല്ലേ? ശരിയാ അച്ഛാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഏട്ടൻ്റെ ലീവ് തീർന്നത് കൊണ്ടല്ലേ. അപ്പോൾ പോയല്ലേ പറ്റൂ. വിഷമിക്കേണ്ട മോളെ എന്ന് പറഞ്ഞ് രാഘവൻ അവളെ ഒന്ന് പാളി നോക്കി. ഇവളുടെ ഭർത്താവിന് ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് വിദേശത്ത് ഭർത്താവിൻ്റെ കൂടെയാണ് താമസം. പണക്കാരായത് കൊണ്ട് ആർക്കും ഒന്നിനും സമയമില്ല. വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഇവൾ ഒറ്റയ്ക്കായത് കൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നു. എന്തായാലും അത് കൊള്ളാം. ഇനിയും കുറേ ആഘോഷിക്കാനുണ്ട്. അതും ചിന്തിച്ച് അയാൾ നിഗൂഢതയോടെ ചിരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പിക്കഴിഞ്ഞ് അവളും കഴിക്കാനിരുന്നു. അയാൾ വീണ്ടും ഒരു കള്ളനോട്ടം എറിഞ്ഞു. എന്താ അച്ഛാ? അത് മോളെ, ഇപ്പോൾ നിന്റെ പനിയൊക്കെ കുറവുണ്ടോ? പിന്നെ കാലിൻ്റെ വേദനയൊക്കെ മാറിയോ? പനി ഇപ്പോൾ കുറവുണ്ടാച്ചാ. പിന്നെ കാലിൻ്റെ വേദന കുറച്ചുകൂടി ഉണ്ട്. ആണോ മോളെ? മരുന്ന് നല്ലോണം പുരട്ടണം കേട്ടോ. വേണമെങ്കിൽ പുരട്ടി തരാട്ടോ. പിന്നെ മോളെ ഇനി നല്ലോണം വിശ്രമിക്കുക. ഇനി രാവിലെ തന്നെ എണീറ്റ് അച്ഛൻ്റെ കൂടെ പറമ്പിൽ വരാൻ നിൽക്കണ്ടാട്ടോ. ഇപ്പോൾ നല്ല മഞ്ഞാണ്. പിന്നെ പനി വിട്ടുമാറില്ലെന്നേ. ഉവ്വ. ഹോ, എന്തൊരു സ്നേഹമുള്ള അച്ഛൻ. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ മുഖമുയർത്തി അവളെ നോക്കി. എന്താ മോളെ? ഓ, ഒന്നും അറിയാത്തതുപോലെ. എല്ലാം അച്ഛൻ കാരണമാ. അച്ഛൻ എന്നെ പിടിക്കാഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇന്നലെ മരത്തിൽ നിന്നും വീണത്. അയ്യോ മോളെ, അത് അച്ഛൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. അറിയാതെ പറ്റിപ്പോയതല്ലേ. പറ്റിപ്പോയ തെറ്റിന് പകരമായി ഇന്നലെ ഡോക്ടറെ കണ്ട് മടങ്ങുമ്പോൾ അച്ഛൻ മോൾക്ക് കുറേ പുസ്തകങ്ങൾ വാങ്ങി തന്നില്ലേ? എന്തൊക്കെ പുസ്തകങ്ങളാ മോള് വാങ്ങിയത് എന്ന് പോലും നോക്കാതെ അച്ഛൻ കൊടുത്തത് 150 രൂപയാ കേട്ടോ. എന്നിട്ടും മോള് ഇങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തല്ലേ കേട്ടോ. അയാൾ
പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ അയാളെ ഒരു കള്ളനോട്ടം നോക്കി ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം അപ്പോൾ രാഘവന് മനസ്സിലായിരുന്നില്ല. പുസ്തകത്തിൻ്റെ കാര്യം മറച്ചുവെച്ച് അവൾ പറഞ്ഞു, കുറ്റപ്പെടുത്താതെ പിന്നെ കുറ്റപ്പെടുത്തും, ഇനിയും കുറ്റപ്പെടുത്തും. ഞാൻ എന്തോരം വേദനയാണ് സഹിച്ചതെന്ന് അച്ഛന് അറിയാവോ? പുളിയുറുമ്പുകൾ കടിച്ച ഇടങ്ങളിൽ നല്ല തടിപ്പ് വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോഴും നല്ല വേദനയാണ്, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ആണോ മോളെ? മോളെ പേടിക്കേണ്ട, നമുക്ക് നല്ലോണം മരുന്ന് പുരട്ടാം. അപ്പോൾ തടിപ്പും വേദനയുമൊക്കെ പോകും കേട്ടോ. എന്നാലും അച്ഛൻ കാരണമാ ഇങ്ങനെയൊക്കെ, അവൾ അത് വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു. അയ്യോ മോളെ, നീ ഇങ്ങനെ പറയലേട്ടോ, എനിക്ക് നല്ല വിഷമമുണ്ട്. ഇനിയിപ്പോൾ മോൾക്ക് അത്രയ്ക്ക് വിഷമമായെങ്കിൽ അതിന് പകരമായി എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്റെ എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. അത് കേട്ടപ്പോൾ ശാലിനിയുടെ മുഖത്ത് സന്തോഷം. ഓഹോ, അങ്ങനെയാണോ? അത് കൊള്ളാലോ. അപ്പോൾ എന്ത് ശിക്ഷയും സ്വീകരിക്കുമോ? അയ്യോ മോളെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ കിണറ്റിൽ ചാടാനൊന്നും പറഞ്ഞേക്കില്ലേ കേട്ടോ. അയാൾ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. അതൊന്നും വേണ്ട അച്ഛാ, എന്നെ കടിച്ച പുളിയുറുമ്പിൻ്റെ വേദനയും മരത്തിൽ നിന്ന് വീണതിൻ്റെ വേദനയും അച്ഛൻ അറിയണം, അത്രമാത്രം. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം. നാളെ പുളിയുറുമ്പിനെ നീ എൻ്റെ മേലെ കിട്ടോ, അപ്പോൾ ഞാൻ മരത്തിൽ നിന്നും ചാടാം. എന്താ, ഇപ്പോൾ നിന്റെ ദേഷ്യം തീർന്നില്ലേ? ഇല്ല, തീർന്നില്ല. അച്ഛനും മാവിൽ കയറണം, അതും ഞാൻ കയറിയതിനേക്കാൾ ഉയരത്തിൽ കയറണം. എന്നിട്ട് അവിടുന്ന് 2 കൈയും വിട്ട് ചാടണം. അത് കേട്ട് അയാൾ ഞെട്ടി. അയ്യോ മോളെ, അതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതല്ലേ, അയാൾ വിഷമഭാവത്തോടെ പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നാച്ച, അപ്പോഴേക്കും വിഷമിച്ചു അച്ഛൻ. ഞാൻ അച്ഛനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. ശോ, എൻ്റെ പാവം അച്ഛൻ. അതും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു. അയാൾ ഒന്ന് നീട്ടി മോളെ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാനായി എണീറ്റ് പോകാനിരുന്നപ്പോൾ ശാലിനി പറഞ്ഞു, അച്ഛ എണീക്കല്ലേ, അവിടെ ഇരിക്ക്, ഞാൻ പറയട്ടെ. എന്താ മോളെ? അത് അച്ഛ, എനിക്ക് ഒരാഗ്രഹം. ചോദിച്ചോ മോളെ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരാട്ടോ, അയാൾ ഒരു കളച്ചിരിയാലെ പറഞ്ഞു. പറ്റും അച്ഛ, അച്ഛനെ കൊണ്ട് പറ്റും. ഇപ്പോൾ അച്ഛനെ കൊണ്ടേ പറ്റുകയുള്ളൂ. ആണോ? അതെന്താ മോളെ? അയാൾ സന്തോഷത്തോടെ അവളെ നോക്കി. അത് അച്ഛ, എനിക്ക് നീന്തൽ പഠിക്കണം, പഠിപ്പിച്ചു തരാമോ പ്ലീസ്? ശാലിനി വിരലിലെ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു. സത്യത്തിൽ അവൾ അന്ന് പുസ്തകത്തിൽ വായിച്ച ഒരു കഥയുടെ രസമുള്ള ഭാഗം മനസ്സിലോർത്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. അത് കേട്ടപ്പോൾ അയാൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു, നീന്തൽ പഠിക്കാനിപ്പോൾ എങ്ങനെയാ, എവിടുന്നാ പഠിക്കുക? അച്ഛ, നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ പഠിക്കാലോ. അതിന് അവിടെ മൊത്തം പായലല്ലേ മോളെ? അതിനെന്താ, അച്ഛൻ വിചാരിച്ചാൽ അതിലെ പായലൊക്കെ കളയാൻ പറ്റില്ലേ? മാത്രമല്ല വൈകിട്ടുള്ള ജോലികൾക്ക് ശേഷം അച്ഛൻ അവിടെ വിസ്തരിച്ച് കുളിക്കുകയും ചെയ്യാലോ. അതൊക്കെ ശരിയാ മോളെ, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ മോളെ. എന്നാലും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അതൊക്കെ വൃത്തിയാക്കാൻ പറ്റുമോ ആവോ? അത് സാരമില്ല അച്ഛ, ഞാനും സഹായിക്കാം, അവൾ നല്ല ഉത്സാഹത്തോടെ പറഞ്ഞു. അത് വേണ്ട മോളെ, അത് വേണ്ട മോളെ, മോള് വയ്യാതെ ഇരിക്കുവല്ലേ, അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അച്ഛ. അച്ഛൻ നന്നായി മരുന്ന് പുരട്ടി തന്നപ്പോൾ വേദനയൊക്കെ കുറേ മാറി, ഇനി ഇച്ചിരിയേ ഉള്ളൂ. ആണോ മോളെ? എന്നാൽ ശരി, നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ കുളം വൃത്തിയാക്കാം കേട്ടോ. ശരി അച്ഛ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ രാഘവൻ കൈയൊക്കെ കഴുകി ശാലിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അയാളുടെ മുറിയിലേക്ക് ചെന്നു. പിന്നീട് ശാലിനി അമ്മയ്ക്ക് കൊടുക്കാനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് അവളുടെ മുറിയിലേക്കും ചെന്നു.